സീരിയൽ ടുഡേയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. പുതിയ സീരിയൽ എന്ന് പറയുന്നത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൂര്യ ടി വിയിൽ ആനന്ദരാഗം എന്ന് പറയുന്ന പ്രോജക്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ഏകദേശം ഒരു വർഷം കഴിയുന്നു. 350ഓളം എപ്പിസോഡ് ആയി. സിനിമ ലാസ്റ്റ് ഞാൻ ഡബ് ചെയ്തത് ഹൈ നാന എന്ന് പറയുന്ന നാനിയുടെ മൂവിയാണ്. അന്ന് ലാസ്റ്റ് ഡബ് ചെയ്ത മൂവി. എന്നെ സംബന്ധിച്ച് ആസ് എൻ ആക്ടർ അഭിനയത്തോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രസൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷൻ ഒരു കഥാപാത്രത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ അഭിനയം, നമ്മുടെ ചേഷ്ടകൾ, നമ്മൾ കാണിക്കുന്ന പ്രവൃത്തികൾ, അതുപോലെ തന്നെ മനോഹരമായിട്ട് ശബ്ദം കൊടുക്കുക എന്ന് പറയുന്നത് ഈക്വലാണ്. എനിക്ക് അഭിനയവും ഡബ്ബിങ്ങും 50-50 എന്നേ ഞാനെപ്പോഴും പറയുള്ളൂ. അത്രയും ഈക്വലായിട്ടുള്ളൊരു മേഖലയാണ് ഡബ്ബിങ് എന്ന് പറയുന്നത്. ഡബ്ബിങ്ങിലാണ് സത്യത്തിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ പൂർണ്ണത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ വളരെ ലെജൻഡായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ എടുത്ത് നോക്കിക്കോളൂ. അവരൊക്കെ ഒരു പക്ഷേ അവർ പെർഫോം ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി ആണ് അവർ മൈക്കിന് പിന്നിൽ അവർ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം നമ്മുടെ ലെജൻസ് എല്ലാവരും മലയാളത്തിലായിക്കോട്ടെ, എനി ലാംഗ്വേജസ്, ഇപ്പം നമ്മൾ ചെയ്യുന്ന കഥാപാത്രത്തിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻവോൾവ്മെൻറ്റ് കിട്ടുക അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഡബ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ലാലേട്ടനായിക്കോട്ടെ, മമ്മൂക്ക ആയിക്കോട്ടെ, എല്ലാവരും, എനിബഡി എക്സ് ഓർ വൈ, അവർ കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് നമ്മൾ തിയേറ്ററിൽ ചെന്നിട്ടിരുന്നിട്ട് വോ എന്ന് പറയുന്നൊരു, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഇമോഷൻസ് നമ്മുടെ മനസ്സിലേക്ക് ടച്ച് ചെയ്യുന്നത് കാണുന്നതിലൂടെ മാത്രമല്ല, കേൾക്കുന്നതിലൂടെയും കൂടെയാണ്. അപ്പോൾ ആ ഫീലിങ്സ് കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് മേ ബി എല്ലാവർക്കും അത് സാധിക്കാറില്ല. ചില സമയത്ത് ലാംഗ്വേജ് പ്രോബ്ലമുള്ള ആക്ടേഴ്സ് വരുമ്പോൾ പ്രശ്നമാണ്. അപ്പോഴൊക്കെയാണ് എന്നെപ്പോലുള്ള ഡബ്ബിങ് ആർട്ടിസ്റ്റുകളുടെ ഒരു എന്താ പറയുക ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത്. അവിടെയൊക്കെയാണ് നമുക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നായകന്മാർക്ക് ശബ്ദം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് എന്നൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ചില സമയങ്ങളിൽ എനിക്ക് ഒരു മിസ്മാച്ച് ഫീൽ ചെയ്യാറുണ്ട്. ചില ക്യാരക്ടേഴ്സിന് തുടക്കത്തിലൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങനെ തോന്നാറില്ല. കാരണം നമുക്ക് മാച്ച് ചെയ്യുന്ന ശബ്ദത്തിനെ വിളിക്കും. ഇപ്പം നമ്മളുടെ ശബ്ദം കൂടുതൽ സിനിമകളിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇന്ന ആൾക്ക് ഇന്ന സിനിമയിൽ ഡബ് ചെയ്തിട്ടുള്ളത് ഇന്ന ആളാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് പ്രേക്ഷകർ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ വിളിക്കുന്ന കഥാപാത്രങ്ങൾ അത് നമുക്ക് ചേർന്നതാണ് എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളെ വിളിക്കുന്നത്. നേരത്തെ ഒന്നും അങ്ങനെ ആയിരുന്നില്ല. തുടക്കത്തിലൊക്കെ എല്ലാവർക്കും കയറി അങ്ങ് ഡബ് ചെയ്യുകയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ഇപ്പം ഞാനൊക്കെ തുടക്കത്തിൽ എന്നെ രസകരമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കമൽഹാസൻ സാറിനും രജനീകാന്തിനൊക്കെ എന്നെ ഡബ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അത് ഞാനായിട്ട് ഒഴിഞ്ഞു മാറിയതാണ്. ഇല്ലെങ്കിൽ ഞാൻ അവർക്ക് ഡബ് ചെയ്ത് തന്നെ. കാരണം കമൽഹാസനോടും ഒന്ന് അവരുടെയൊക്കെ ശബ്ദം നമുക്കറിയാം എന്നുള്ളതാണ്. രണ്ടാമത് കമൽഹാസൻ, രജനീകാന്ത് എന്നൊക്കെ പറഞ്ഞാൽ അവർ ചെയ്തു വെച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്കൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അത് വെറുതെ മിമിക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഒരിക്കലും നമുക്ക് ആ ഒരു മൂഡിലോ അവരുടെ ജസ്റ്റേഴ്സിലോ ആ ഫീലിങ്സിലോ ആ മോഡുലേഷൻസിലോ ഒന്നും നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ പണിക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ കൂടുതൽ എന്താ പറയുക, ഒരു സിനിമ ഇപ്പോൾ ഈവൻ മലയാള സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈവൻ തെലുങ്ക് സിനിമകളോ തമിഴ് സിനിമകളോ ഇങ്ങോട്ട് ഡബ് ചെയ്യുന്ന സമയത്ത് മലയാളത്തിൽ ചെയ്ത പോലെ തന്നെ ഇരിക്കും നമ്മൾ തെലുങ്ക് പടം കണ്ടു കഴിഞ്ഞാൽ. അത്ര ലിപ്സിംഗ് ആണ്. അതിന് വേണ്ടി അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് സൈഡാണെങ്കിലും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സൈഡാണെങ്കിലും വളരെ ഏബിളായിട്ടുള്ള ആൾക്കാരാണ് പിന്നിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ സിനിമകൾ വളരെ എന്താ പറയുക നോട്ടബിളാണ്. ഇന്ന ആൾക്ക് ഇന്ന ആളാണ് ഡബ് ചെയ്തിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കറക്റ്റ് മാച്ചിങ് ആയിരിക്കും. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. നല്ല നമ്മളിപ്പോൾ ഏത് മേഖലയിലേക്ക് വരികയാണെങ്കിലും അതിനാവശ്യം അതിനോടുള്ളൊരു ഇഷ്ടമാണ്. ഈ ഇഷ്ടം എന്ന് പറയുന്നത് വെറുതെ ഒരു ഇഷ്ടമല്ല. നമ്മളൊരു ചുമ്മാ ഒരു ഷർട്ട് കണ്ട് ഇഷ്ടപ്പെടുന്ന പോലെ അല്ല അത്. ടേസ്റ്റ് എന്ന് നമ്മൾ പറയില്ലേ,
വല്ലാത്തൊരു ഒരു ഒരു ത്വര എന്നൊക്കെ പറയില്ലേ, അതാണ് സാധനം. ഈ ഡബ്ബിങ് പലർക്കും ഒരു ധാരണയുണ്ട്, നല്ല ശബ്ദമുണ്ടെങ്കിൽ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആവാൻ പറ്റും, അത് വളരെ ഈസിയാണ് എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഞാൻ ഡബ്ബിങ് ആർട്ടിസ്റ്റും കൂടെ ആണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ ഡബ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് നമുക്ക് അപ്രീസിയേഷൻ തരുന്നതിൻ്റെ കൂട്ടത്തിൽ ചിലവർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ചേട്ടാ ഇത് എങ്ങനെയാണ് ചേട്ടാ ഡബ് ചെയ്യാൻ, എന്താണ് ചെയ്യേണ്ടത്, ഭയങ്കര ആഗ്രഹമാണ് എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് പറയുക. നിങ്ങൾ ഇഷ്ടം പോലെ റീൽസ് ചെയ്യുന്നു, ഇപ്പോൾ റീൽസാണല്ലോ എല്ലാവർക്കും, അല്ലെങ്കിൽ ടിക്ടോക്ക് ആയിരുന്നു നേരത്തെ. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു നടനെയോ നടിയോ എടുക്കുക, എന്നിട്ട് അവരുടെ ഏതെങ്കിലും ഒരു നല്ല സിനിമ എടുത്തിട്ട് അവരുടെ ഇമോഷൻസ്, ആ സിനിമയിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾക്ക് ഡബ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ടേക്ക് എ സ്റ്റുഡിയോ ആൻഡ് ഗോ ഡബ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡബ്ബിങ് എന്താണെന്നുള്ളത്. അങ്ങനെ എനിക്ക് ഡബ് ചെയ്ത് തന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്ക് മൈക്കിൻ്റെ മുമ്പിൽ ചെന്നിരുന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു ചില്ലറ കളിയല്ല എന്നുള്ളത്. കാരണം അവർ വിചാരിച്ചത് ചുമ്മാ ശബ്ദം കൊടുത്താൽ മതി എന്നാണ്. ഇതിൻ്റെ ഇടയിൽ ഇവിടെ കിടക്കുന്ന കുറേ വേരിയേഷൻസ് ഉണ്ട്. ചില ഹസ്കിനെസ്, ചില ടോൺ ചേഞ്ചസ്, ഈ പറയുന്ന മോഡുലേഷൻസ്, എക്സ്പ്രഷൻസ്, ഫീലിങ്സ്, ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. നമ്മൾ അഭിനയിക്കുന്ന പോലെ തന്നെ ഇത് അകത്തും നമ്മൾ വരുത്തണം. സോ എ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഷുഡ് ബി എൻ ആക്ടർ, മസ്റ്റ് ബി എൻ ആക്ടർ എന്നും കൂടെ ഞാൻ പറയും. അവരുടെ ഉള്ളിലും ഒരു നടനോ നടിയോ ഉണ്ടെങ്കിലേ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആവാൻ പറ്റുള്ളൂ. ഇപ്പോൾ തമാശയ്ക്ക് നമ്മുടെ ലൊക്കേഷൻസിൽ തന്നെ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ലെങ്തി സീനൊക്കെ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആർട്ടിസ്റ്റുകൾ, ഈവൻ എനിക്ക് വരെ, നമ്മളിപ്പോൾ ഒരു വലിയ ആർട്ടിസ്റ്റായിട്ടൊന്നുമല്ല, ചിലപ്പോൾ നമ്മൾ ഈ പതറിപ്പോവും, ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വഴിക്കൊക്കെ സ്ലിപ്പായിട്ടൊക്കെ പോവും. അപ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഡബ്ബിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ. അതിന്നൊരു ഈസി വേ ആണ്. പക്ഷേ ഈ മൈക്കിൻ്റെ പിന്നിൽ ചെന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനം, ചിലപ്പോൾ ഇവിടെ നമ്മൾ എക്സലൻ്റായിട്ട് പെർഫോം ചെയ്തൊരു സീൻ നമ്മൾ മൈക്കിൻ്റെ പിന്നിൽ ചെന്നിരുന്ന് ഡബ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫീൽ കിട്ടില്ല. നമുക്ക് പലപ്പോഴും, ഇപ്പം ഞാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ചില വാക്കുകളൊന്നും നമുക്ക് കിട്ടില്ല. അവിടെ ഇരുന്നിട്ട് നമ്മൾ എന്ന് പറയുക എന്നല്ലാതെ ചിലത് ബുദ്ധിമുട്ടിപ്പോവും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ചില്ലറ കളിയല്ല ഡബ്. അനുഭവങ്ങളുണ്ട്, പക്ഷേ എന്താണെന്ന് വെച്ചാൽ മേ ബി ദിസ് ഈസ് മൈ 33rd ഇയർ ഇൻ പ്രൊഫഷൻ. 33 വർഷം കഴിഞ്ഞു. കുറേ ഓർമ്മകളുണ്ട്. എന്നെ സംബന്ധിച്ച് ഐ ആം ഓൾവേസ് ജോവിയൽ. സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പരമാവധി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓർമ്മകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്കൊരിക്കലും മറക്കാനാവാത്തത് എൻ്റെ ഫസ്റ്റ് എന്താ പറയുക, മലയാളത്തിലെ ആദ്യത്തെ മെഗാ സീരിയൽ വംശത്തിലെ നായകനായിരുന്നു ഞാൻ. മലയാളത്തിലെ ആദ്യത്തെ മെഗാ സീരിയൽ ഹീറോ ആണ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ അന്ന് വയസ്സ് 17 വയസ്സേ ആയുള്ളൂ. അപ്പോൾ ഒരു ദിവസം സെറ്റിൽ ഒരു ഗാർഡനാണ്. ആ ഗാർഡനിൽ എൻ്റെ ഡയറക്ടർ ഗോഡ്ഫാദർ ശ്രീകുട്ടൻ സാറാണ്. ശ്രീകുട്ടൻ സാർ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്, എങ്ങനെ ഷോട്ട് വെക്കണം എന്നുള്ളൊരു വലിയ കൺഫ്യൂഷനിലാണ്. അപ്പോൾ ക്യാമറമാൻ പുഷ്പൻ സാർ, ഇന്നും ആ പുഷ്പൻ സാറിൻ്റെ ക്യാമറയുടെ മുമ്പിലാണ് ഞാൻ അഭിനയിക്കുന്നത് ആനന്ദരാഗത്തിൽ. അത്രയും വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, ഗുരുതുലനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് ഇന്നും അഭിനയിക്കുന്നത്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഭയങ്കര ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ശ്രീകുട്ടൻ സാറ്, എങ്ങനെ ഷോട്ട് വെക്കണം, എങ്ങനെ വെച്ചാൽ നമുക്കിങ്ങനെ. അപ്പം ഞാനിങ്ങനെ അപ്പുറത്ത് മാറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പുതിയ പയ്യനാണല്ലോ, എന്താണ് എനിക്കിതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊന്നും അറിഞ്ഞല്ലോ, സാർ എന്താണ് ഈ ആലോചിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സാർ എന്നെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, എന്തോ എന്ന് ചോദിച്ചു. ഞാനല്ല, അല്ല സാർ, എന്താണ്, അല്ല ഈ ഷോട്ട്, ഈ ട്രോളി എങ്ങനെ ഇടണം, ഇത് വല്ലാത്തൊരു കൺഫ്യൂഷനായിട്ട് കിടക്കുന്നു ഈ ട്രോളി. അപ്പം ഞാൻ വളരെ ഈസി ആയിട്ട് സാറിനോട് പറയണം, സാർ ഇങ്ങനെ ഇടാമല്ലോ, അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ എന്താ കുഴപ്പം. സാർ എന്നെ വീണ്ടും നോക്കിയിട്ടൊന്ന് ചിരിച്ചു. ഞാൻ എന്താ സാർ, അപ്പം എന്നോട് സാർ ചോദിച്ചു, അമിതാഭ് ബച്ചനെ അറിയാമോ? എന്നറിയാം, കണ്ടിട്ടുണ്ടോ? സിനിമകൾ
കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് സാറങ്ങ് സൈലൻ്റായി. അപ്പോൾ ഞാൻ വീണ്ടും കൺഫ്യൂഷൻ, സാർ ഇപ്പോൾ അമിതാഭ് ബച്ചൻ്റെ കാര്യം എന്നോട് ചോദിക്കേണ്ട കാര്യം എന്താണോ? ഞാൻ സാർ എന്താ അല്ല ഈ അമിതാഭ് ബച്ചൻ്റെ കാര്യം ചോദിച്ചത് മനസ്സിലായില്ല. കാരണം അല്ല പുള്ളി പോലും ഈ സജഷൻ പറയൂല എന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ വല്ലാണ്ടായിപ്പോയി. അതായത് അത്ര പോലും ഒരു വലിയ ആൾ പോലും ഇങ്ങനൊരു സജഷൻ, ഇങ്ങനത്തെ സാധനം പറയില്ല എന്നുള്ളതാണ്. അതായത് അവർക്ക് അവരുടെ തോട്ട് ലെവൽ എന്താണ്, അവർ ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ ജോലി ഏൽപ്പിക്കും. ഇപ്പോൾ ഇവിടെ സംവിധായകൻ, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്, ആക്ടേഴ്സിൻ്റേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി അഭിപ്രായം പറയാതിരിക്കുക എന്നുള്ളത് വളരെ രസകരമായിട്ട് സാർ എന്നെ പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്. അത് ഇന്നും എനിക്ക് പലപ്പോഴും അബദ്ധങ്ങൾ പറ്റാറുണ്ട്. നമ്മൾ കയറി സജഷൻസ് പറയും, ആവശ്യമില്ലാത്ത കുറേ ശത്രുത വാങ്ങിക്കും. അങ്ങനെ ഞാനങ്ങനെ, പക്ഷേ സെറ്റിൽ അങ്ങനെ കേട്ടോ, ഞാൻ ഓൾവേസ് ജോവിയലാണ്, വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. സീരിയൽ ടുഡേ പ്രേക്ഷകർ, അവരുടെ സപ്പോർട്ട് അതൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല. എന്നും ഈ സപ്പോർട്ട് ഉണ്ടാവണം, ഈ സ്നേഹം ഉണ്ടാവണം. ഇപ്പോൾ സൂര്യ ടി വിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആനന്ദരാഗം എന്ന് പറയുന്ന പ്രോജക്റ്റ് എല്ലാവരും കാണണം. താങ്ക് യു വെരി മച്ച്.